ഈ കോട്ടയുടെ അല്പം ചരിത്രമെന്നറിഞ്ഞാലോ? ചൈന വൻമതിൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും നീണ്ട മതിൽ എന്ന് വിശേഷിപ്പിക്കുന്ന കുംഭൽഗഡ് കോട്ട സമുദ്രനിരപ്പിൽ നിന്ന് 3600 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുംഭൽഗഡ് മതിലിന്റെ ഘടനയും രൂപകൽപ്പനയും ചൈനീസ് വൻമതിലിനോട് ഒരു പരിധിവരെ സാമ്യമുള്ളതുകൊണ്ട് ഇതിനെ ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ എന്നും വിളിക്കുന്നുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ മേവാർ പ്രവിശ്യയുടെ ഭരണാധികാരിയായിരുന്ന റാണ കുംഭ എന്ന കുംഭകർണ സിംഗിന്റെ കൽപ്പന പ്രകാരം മദൻ എന്നു പേരുള്ള ശില്പിയാണ് കുംഭൽഗഡ് കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അക്കാലത്തെ പ്രധാന രാജവംശങ്ങളായിരുന്ന മേവാറിനെയും മർവാറിനെയും തമ്മിൽ വേർതിരിച്ചിരുന്നത് ഈ കോട്ടയായിരുന്നു. ആരവല്ലി പർവ്വതനിരകളുടെ കാടുകൾക്കിടയിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇപ്പോൾ വന്യജീവി സങ്കേതമാക്കി മാറ്റിയിരിക്കുകയാണ്. കുന്നിൻ മുകളിൽ നിർമ്മിച്ച കോട്ട മേവാർ രാജാക്കന്മാരെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന സങ്കേതമായി ഇപ്പോൾ കണക്കാക്കുന്നു. 15 അടി കനമുള്ള മതിലാണ് കോട്ടയ്ക്കകത്തേക്ക് കയറുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ച. അതിനുശേഷം 7 കവാടങ്ങൾ കൂടി കടക്കണം ഉള്ളിലെത്തുവാൻ. ചെറുതും വലുതുമായ നിരവധി ക്ഷേത്രങ്ങൾ, കൊട്ടാര നിർമ്മിതികൾ എന്നിവ ഈ കോട്ടയ്ക്കുള്ളിൽ നമുക്ക് കാണാം. 300 ജൈന ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ 360ഓളം ക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇവിടുത്തെ ഗണേശ ക്ഷേത്രമാണ് കോട്ടയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രം. ഇതുകൂടാതെ നിൽഖാന്ത് മഹാദേവ ക്ഷേത്രം, ശിവക്ഷേത്രം, പാർശ്വനാഥ ക്ഷേത്രം, സൂര്യമന്ദിർ, പിത്താൽഷ ജൈന ക്ഷേത്രം തുടങ്ങിയവയാണ് ഈ കോട്ടയ്ക്കുള്ളിലെ പ്രധാന ക്ഷേത്രങ്ങൾ. പല നിലകളിലായി നിരവധി വ്യൂ പോയിന്റ്സ് ഇവിടെയുണ്ട്. വേദി കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന കൽക്കെട്ടിലൂടെ നടന്ന് ഞങ്ങൾ മുകളിലെത്തി. ഇവിടെ നിന്നാൽ ആരവല്ലി കുന്നിന്റെയും ഈ വൻമതിലിന്റെയും ഒരു വിശാലമായ ദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 38 കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് കുംഭൽഗഡ് വൻമതിൽ. ചൈനയുടെ വൻമതിലിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ചെറുതാണെങ്കിലും ഇന്ത്യയിൽ ഇത്തരമൊരു നിർമ്മിതി ഉണ്ടെന്നറിഞ്ഞത് എന്നിൽ അത്ഭുതമുളവാക്കി.